അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു വഴുതനയാണ് കേട്ടോ. നിത്യവഴുതനാണ് അതിൻ്റെ പേര്. ഒരു കുഞ്ഞൻ പച്ചക്കറിയാണ്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട്. നമ്മൾ കൂണൊക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കില്ല. പക്ഷെ ഞാനിതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ വള്ളി കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കയ്പക്കൊക്കെ പടത്തുന്ന മാതിരി പടത്തിങ്ങാണ്ട് ഉണ്ടാക്കുന്നൊരു പച്ചക്കറിയാണ്. ഇതിങ്ങനെ കണ്ടോ, നല്ലൊരു ഇത്തിരി കുഞ്ഞൻ തന്നെ പറയാം. നല്ല ഭംഗിയാണ് ഇത് കാണാനും. ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിന്. ഇത് 2-3 തൈയായിട്ട് ഇങ്ങനെ ഉപ്പുണ്ടാക്കിയത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ അടിച്ചപ്പോൾ കിട്ടി നമുക്ക് ഇങ്ങനൊരു പച്ചക്കറി ഉണ്ടെന്ന്. എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിട്ട് നമുക്ക് ബിരിയാണി വെക്കാം. ബിരിയാണി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കാം. പിന്നെ തേങ്ങ അരച്ചിട്ട് തോരൻ വെക്കണ മാതിരിയും ഉണ്ടാക്കാം. ഇതിങ്ങനെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കാൻ ഞാൻ എങ്ങനെയാണ് നടുപൊളിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടും ഉണ്ടാക്കാം. കുറച്ച് മൂത്ത കായ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂവാണിത്. അപ്പോൾ പൂവിൻ്റെ മേലത്തെ ഇത് തൊലി നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. പക്ഷേ ഏതായാലും നല്ല ടേസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിന് വേവൊന്നുമില്ല കേട്ടോ. ഇതൊരു 5 മിനിറ്റ് വേവേ ഉണ്ടാവുള്ളൂ. നമുക്ക് വെള്ളം പാർന്ന് വേവിക്കണം എന്നുള്ളത്. ആവിയിലും വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബായ്.